വ്യത്യസ്തമായ ഒരു കഥയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളൊക്കെ ഒരുപാട് വീടുകളും കൺസ്ട്രക്ഷനുകളും ബിൽഡിങ്ങുകളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ വീടുകൾ നിർമ്മിക്കുമ്പോഴും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറില്ല, അതിൻ്റെ ഉപയോഗക്ഷമതയെ പറ്റി ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇത് ഈ ഒരു സംഭവം ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടും, അതല്ലെങ്കിൽ ഇത് ഏത് രീതിയിലൊക്കെ നമുക്ക് പിന്നെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പറ്റും. ചില തടസ്സങ്ങൾ പലപ്പോഴും കൺസ്ട്രക്ഷനിൽ കാണാറുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമുക്ക് ഉള്ള നെഗറ്റീവായിട്ടുള്ള എലമെന്റ്സുകൾ, അതായത് നമുക്ക് ഒഴിവാക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മൊത്തം ഒഴിവാക്കുകയും എന്നാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു കൺസ്ട്രക്ടറെയാണ്, ഒരു കൺസ്ട്രക്ഷൻ ഓൺട്രപ്രണറെയാണ് ഇന്ന് നമുക്ക് നമ്മളുടെ കഥ പറയാൻ അല്ലെങ്കിൽ സൊറ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഗെഞ്ചി, വെൽക്കം ഗെഞ്ചി സർ. ഓക്കെ, ഞാൻ എല്ലാവരും വീടും നമ്മളെ ഓഫീസുകളും ഒക്കെ വളരെ മനോഹരമായിട്ടും വളരെ കംഫർട്ടബിളായിട്ടും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഇത്തരം സ്ഥലങ്ങളിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനിൽ നിങ്ങളെ ഇടപെടലുകൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി, കൗതുകമായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന, കാരണം ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ രീതികൾ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ള ഒരു ചർച്ചയാണ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. കാരണം നിങ്ങളതിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറേ ആളുകൾക്ക് നിങ്ങളുടെ സംസാരം ഒരു പക്ഷേ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളൊരു എക്സ്പീരിയൻസ്? ഞാനൊരു 35 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ട് സാധാരണ. ഈ പരീക്ഷണങ്ങളെ ഓരോ ഘട്ടങ്ങളിലും അടുത്ത കാലഘട്ടങ്ങളിലേക്കുള്ള 5-6 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടുവരാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഊർജ്ജം തരുന്നൊരു കാര്യങ്ങളാണ്. അപ്പം മനസ്സിലായിട്ടേ നമ്മുടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇല്ലാതായി പോകുന്നുണ്ട്. ഇതിൽ അന്ന് ചെയ്ത് മണ്ടത്തരമായി എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് പലതരാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു കാലഘട്ടത്തിന് ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെ ഈ കാലഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുള്ള പല യാത്രകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പൊ ആ കിട്ടുന്നതിന് എങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഈ കാണുന്ന മാറ്റങ്ങൾ, മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാറുണ്ട്. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എങ്ങനെയാ വെച്ചാൽ മെറ്റീരിയൽ ബേസിലായിരിക്കാം, അപ്ലിക്കേഷൻ ആയിരിക്കാം. ഇതൊക്കെ വരുന്ന ഈ കാര്യങ്ങൾ പൊതുവെ നമ്മൾ പരമ്പരാഗത രീതിയിലൂടെ പുറത്തേക്ക് ചാടാനായി ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അത് ഫ്ലോപ്പാണ് എന്ന് ഫ്ലോപ്പാണെങ്കിൽ തന്നെയും ആ റിസ്ക് എടുക്കുവാനും അത് അവസാനം ഫ്ലോപ്പ് അല്ലാതെ ഒരു എല്ലാവരും പിന്തുടരുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസിനായിരിക്കും, അതിനൊരു അവസരം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഭാഗമായിട്ട് ഞാൻ എന്ത് വെച്ചാൽ ഒരു 10-25 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മൾ ഈ പരമ്പരാഗത രീതിയിൽ പണിയുന്ന നിർമ്മാണത്തിന് എന്തുകൊണ്ട് ആളുകൾക്ക് ഒന്നുകൂടി ഈസി, ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഈ കാലഘട്ടത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഈ കാണുന്ന വേഗത്തിൽ എല്ലാം വേഗത്തിൽ നടക്കുന്ന സമയത്ത് വളരെ വേഗം കുറഞ്ഞ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി ഞാൻ എന്തിനാണ് പരീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. എനിക്ക് യൂസ് ആൻഡ് ത്രോ കോൺസെപ്റ്റ് വേണമെങ്കിൽ ആൾക്കാർ കുറെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് നമുക്ക് വേസ്റ്റേജ് ഒഴിവാക്കുകയും ഒരു വരുമാന മാർഗം ആക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിർമ്മാണ രീതിയെ പൊളിച്ച് ഒന്ന് പഴയ രീതിയിലേക്ക് മാറ്റി ഒരു പുതിയ നിർമ്മാണ രീതി കണ്ടുപിടിച്ചുകൂടെ. ആ നിർമ്മാണ രീതിയാണ് ഞങ്ങൾ മോഡുലർ കൺസ്ട്രക്ഷൻ മെത്തേഡ്, അതായത് മോഡുലർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഉദാഹരണത്തിന് ഒരു വീട് പണിയുന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കി ആ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് അസംബിൾ ചെയ്തതിനു ശേഷം സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത രീതിയാണ്. അപ്പൊ സൈറ്റിലുള്ള യാതൊരുവിധമുള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ മാൻ പവറിന്റെ ലൂസ് ആയിരിക്കാം, ബഡ്ജറ്റ് ഓവർഷൂട്ട് ചെയ്യുന്നതായിരിക്കാം, പിന്നെ നമ്മൾ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള അവസ്ഥകളായിരിക്കാം, പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടൈം വേസ്റ്റ് ആയിരിക്കാം, പിന്നെ മെറ്റീരിയലിന്റെ വേസ്റ്റേജ് ആയിരിക്കാം. ഇതെല്ലാം നമ്മുടെ ചാർജബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പൈസയാണ്. അപ്പൊ ഈ പൈസ റിഡ്യൂസ് ചെയ്യണം. അപ്പൊ ആ റിഡ്യൂസ് ചെയ്യുന്ന പൈസക്ക് ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ റിഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ എത്രമാത്രം ക്ലാരിറ്റി കൂട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പൊ വേസ്റ്റേജ് ഒഴിവാക്കൽ മാത്രം. അപ്പൊ വേസ്റ്റേജ് ഒഴിവാക്കുന്ന സേവിങ്സിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കൺസ്ട്രക്ഷനോട് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്വാളിറ്റിയിൽ ഈ കൺസ്ട്രക്ഷൻ നിലനിർത്തുന്നതിനായിട്ട് ഈ മോഡുലർ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ്.
ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിത് പൊതുവെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പല കാര്യം കാണാറുണ്ടെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് കൊണ്ടും നമ്മുടെ അടുത്ത് സാങ്കേതിക വിദ്യയിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ വർക്കേഴ്സിന്റെ അറിവുകൊണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും എങ്ങനെ വേണ്ടി ചിന്തിക്കാന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഞാൻ എൻ്റെ മോഡുലർ കൺസ്ട്രക്ഷൻ എന്നുള്ള കൺസെപ്റ്റില് റോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡില് ഞാൻ എൻ്റെ വീട് നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നത്. ഈ വീട് നിർമ്മാണത്തിന് എനിക്ക് കിട്ടിയ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം, ഒരു നിർമ്മാണം ടൗണിലാണ് ഒരു ഇന്റീരിയർ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. പല സംരംഭങ്ങളും തുടങ്ങിയിട്ട് നമുക്ക് ചില കാലഘട്ടങ്ങളിൽ സംരംഭങ്ങൾ പൂട്ടി പോകുന്ന അവസ്ഥ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഇതിന്റെ ഇന്റീരിയർ ചെലവാക്കുന്ന പൈസയായിരിക്കും. നമുക്കത് എങ്ങനെ സേവ് ചെയ്യാം? പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഇതെല്ലാം ഒരു മോഡുലർ സെറ്റ് കിച്ചൺ കബോർഡുകൾ ചെയ്യുന്ന പോലെ, മോഡുലർ കിച്ചൺ ചെയ്യുന്ന പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, സോഫാസ് ആണെങ്കിലും ശരി, ഫ്രെയിമിംഗ് ആണെങ്കിലും ശരി, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ ഈ കിച്ചൺ കബോർഡ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റ്, ഇപ്പൊ എളുപ്പത്തിൽ പറയുന്നതാണ് കിച്ചൺ കബോർഡ് എന്ന് പറഞ്ഞാൽ മോഡേൺ കിച്ചൺസ് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. ഈ സുപരിചിതമായ കിച്ചന്റെ രീതിക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എടുത്ത് ഫിറ്റ് ചെയ്യാവുന്നതും അഴിച്ചു മാറ്റാവുന്നതാണെങ്കിൽ നമുക്കിത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ഇതിന്റെ വരുമാനം ഇത് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല സ്പേസ് വേസ്റ്റേജ് വരില്ല. ഇനി പോകുമ്പോൾ നമുക്ക് നമ്മുടെ നഷ്ടത്തിനെ കാര്യമായി ബാധിക്കാതെ അതിനൊരു സേവിങ്സും കിട്ടിയാൽ നഷ്ടത്തിന്റെ ബാധ്യത നമുക്ക് കുറെ കുറയും ചെയ്യും. അതുകൊണ്ട് ആണ് ഈ മോഡുലർ കൺസ്ട്രക്ഷൻ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം. നമുക്ക് പരിചയം വരാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ടും പൊതുവെ ആളുകൾക്ക് ഇത് അത്ര ഈസി ആയിട്ട് മനസ്സിലാവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കാണാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ട് എനിക്കത് പറഞ്ഞ ധൈര്യമായിട്ട് അത് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒരു കൺസ്ട്രക്ഷനിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് ഒരു കൺസ്ട്രക്ട് ചെയ്ത് അതിനെ നമുക്കൊരു ഉപയോഗപ്രദമാവുന്ന രീതിയിലേക്ക് അത് എത്തിക്കാൻ പലപ്പോഴും ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇങ്ങനത്തെ കൺസ്ട്രക്ഷനൊക്കെ റെഡിയാവും. ഒരു വീട് നിർമ്മാണത്തിനാണെങ്കിലും പിന്നെ ഓഫീസൊക്കെ ആണെങ്കിലും ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കണം. പെട്ടെന്നൊന്നും ഇത് നടക്കുന്നില്ല, ഒരു ലോങ് ടേം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നമായിട്ട് ഞാൻ കാണാറുള്ളത്, ഒരു പിന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നമുക്കിതിൻ്റെ രീതി മാറി, ഷേപ്പ് മാറി, രൂപം മാറി, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിൽ നിന്ന് വളരെ ഒരു 20% നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കിട്ടുന്നുള്ളൂ. ഇത് രണ്ടും ഈ 2 ചലഞ്ചുകൾക്കും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങളെ സംഭവം എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെ കൺസ്ട്രക്ഷൻ എനിക്ക് തോന്നുന്നു പ്രീ ഫാബ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന സാധനങ്ങൾ ആദ്യം തന്നെ ബിൽഡപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് എന്താണ് അസംബ്ലി ചെയ്യുന്ന സിസ്റ്റമാണ്. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അതിന്റെ? ഇത് നേരത്തെ ജാഫർ പറഞ്ഞ പോലെ ഈ 20% നമുക്ക് ആകെ കിട്ടുക, 80% വേസ്റ്റേജ് ആണ് അല്ലെ. ഞാൻ നേരെ തിരിച്ചു ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. 80% യൂസേജും 20% വേസ്റ്റേജും ആണെങ്കിൽ നമുക്ക് ഒരു അട്രാക്റ്റീവ് അല്ലേ? അത് നമ്മൾ അല്പസമയം അല്പം നമ്മുടെ ചിന്തകൾ ഒന്ന് ഇത്തിരി കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും റിസ്ക് എടുക്കാൻ സാധിക്കും. ആ റിസ്ക് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സൗകര്യം കിട്ടുന്നത്. റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മളിത്തിരി അങ്ങനെ ആ തോട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. കാരണം നമ്മളുള്ളത് പരമ്പരാഗത ചിന്ത ആയതുകൊണ്ടുള്ള മാറ്റം വരുത്താനുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആകെ വേണ്ട ഒന്ന് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന് കിട്ടുന്ന കല്ലിന്റെയോ കോൺക്രീറ്റിന്റെയോ കനങ്ങളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സാധാരണ വാതിലും സാധാരണ ജനലും ഈ വീടിനകത്തുണ്ട്. അപ്പൊ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം എല്ലാം ഹെവി ആയിട്ട് ചുമര് പണിയും. അവസാനം വരുന്ന മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഫ്രണ്ട് ഡോറോ ബാക്ക് ഡോറോ 1 ഇഞ്ച് കനത്തിലോ 1.5 ഇഞ്ച് കനത്തിലോ സാധാരണ ഡോറില് 6 ഇഞ്ച് കനത്തിലോ 4 ഇഞ്ച് കനത്തിലോ ഉള്ള ഒരു ചെറിയ ലോക്കിംഗ് സിസ്റ്റത്തിൽ മാത്രമാണ് സുരക്ഷ നിൽക്കുന്നത്. മൈൻഡിലുള്ള നമ്മുടെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആ ഹെവി മൈൻഡിൽ കിടക്കുന്നവരാണ് നമ്മൾ സെക്യൂർഡാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ സെക്യൂർഡ് അല്ല. ആർക്കും വേണമെങ്കിൽ ഏത് സെക്കൻഡിൽ നിസ്സാര നേരം ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള മെഷീനറി ഉപയോഗിച്ച് വിത്ത് സെക്കൻഡിൽ ഡോറ് മൊത്തം മാറ്റി വെച്ച് കയറി പോകാൻ സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതൊരു പ്രോബ്ലം അല്ല. ഇനി നല്ല എല്ലാ സെക്യൂരിറ്റിയും എല്ലാ സ്ട്രെങ്ത്തും എല്ലാ സിസ്റ്റവും ഉള്ള ബാങ്ക് വരെ നമുക്ക് ഭംഗിയായിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടം. അല്ലെങ്കിൽ എല്ലാ ഇത് ഇനി ഒന്നുമില്ല, നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ നമ്മളതിൽ പൈസ പോകുന്നതിന് വേണ്ടി സെക്യൂരിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന പൈസ വിത്ത് സെക്കൻഡിൽ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന കാലഘട്ടമാണ് അല്ലേ.
അപ്പോൾ ഒരു വീടിനകത്ത് താമസിച്ച് നമുക്ക് ഇത് പോകാനും ഇനി പുറത്തിറങ്ങി വരും നമുക്ക് ഒരു റോഡുകളെ പോയാൽ തന്നെ അപകടങ്ങൾ പറ്റുന്നത് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നിനും ഉറപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഉറപ്പ് ചിന്തിച്ചുകൊണ്ട് ആകുലരാകുന്നതിനേക്കാൾ നല്ലത് നല്ല ഇത് ബലമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം കെട്ടിടം നിൽക്കാനുള്ള ബലം മാത്രമായി. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുന്നത് വയനാട് പോലെ സ്ഥലങ്ങളിൽ ഈ ഭൂമിയുടെ സ്ലൈഡിങ്ങും കാലത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർമ്മാണ രീതിയാണെങ്കിൽ, അതായത് നമുക്ക് ഇത് വീണിട്ട് നമുക്കൊരു അപകടമോ ഒന്നും സംഭവിക്കാതിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. ആള് മരിക്കുന്നത് കൂടുതലായിട്ട് എങ്ങനെയാ വരുന്നത്? ഈ നമ്മൾ പറഞ്ഞു വരുന്ന നിർമ്മിതി വീണിട്ടാണ് മരിക്കുന്നത്, അല്ലാതെ കുറവാണ്. അപ്പൊ നമ്മുടെ നിർമ്മാണത്തിന് പ്രത്യേകത ഇത് വീണിട്ട് ഒരുമാതിരി ഒരാൾക്ക് അപകടം വരാൻ ചാൻസ്, ഒടിവോ അല്ലെങ്കിൽ ഒരു മുറിവോ ഉണ്ടാവായിരിക്കാം. പക്ഷെ നമ്മുടെ തന്ത്രം ഇത് വീണാലും നമുക്ക് അത്യാവശ്യം എടുത്തു മാറ്റി എന്ന് പൊക്കി മാറ്റി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വളരെ കൂടുതലാണ്. എന്നാൽ നമുക്ക് പുറമേ നിന്നുള്ള ചൂടിനെ, തണുപ്പിനെ, അല്ലെങ്കിൽ മൃഗങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ള കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം. അതാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷന്. ഈ കൺസ്ട്രക്ഷൻ നമ്മൾ കല്ലില്ലെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹെവി വെയിറ്റ് ആയിട്ട് കോൺക്രീറ്റിനെ ഒഴിവാക്കുന്നതിന് അതിന്റെ അത് താങ്ങാനുള്ള ചുമരുകളാണ് നമ്മൾ താഴ്ത്തി കൊടുക്കുന്നത്. ഈ പണ്ട് കാലത്ത് ചുമരിന്റെ വണ്ണം ഒരുപാട് വലുതായിരുന്നു, അല്ലെ? ഒരുപാട് വലുതാണ്. ഇപ്പൊ ചെറുതായി ആൾക്കാർ ടെക്നോളജി വലുതാച്ച് വീണ്ടും കനം കുറഞ്ഞു. കനം കുറയുന്നു എന്നുള്ളത് ബലം കുറവല്ല, കനം കുറയുന്നതോറും ബലം കൂടുതലാണ് വരുന്നത്. കാരണം മെറ്റീരിയൽസിന്റെ ഡിഫറൻസിയേഷൻ ആണ്. പണ്ട് കാലത്ത് വളരെ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ കുമ്മായം കൊണ്ടോ ചെയ്യുന്ന അല്ലെങ്കിൽ ചെടി കൊണ്ടോ ചെയ്യുന്ന സാധനം വണ്ണം കൂടിയിരുന്നു, ഹൈറ്റിന്റെ പ്രൊപ്പോർഷനായിട്ട് വരുന്നത്. ഇത് കുറഞ്ഞു വന്ന് എന്താണ് ഇതിന്റെ സ്ട്രെങ്ത് കൂടുന്നതോറും നമുക്ക് കുറയ്ക്കാൻ പറ്റിയിരുന്നു, ടെക്നോളജി മാനസ് കുറയ്ക്കാൻ. അപ്പൊ അത് സ്റ്റീലിലേക്ക് വേണ്ടി എന്ത് ഗുണം? സ്റ്റീലാകുമ്പോൾ അത്രയും കനം കുറയ്ക്കുകയും അതിന് ഇരട്ടി ബലം കൊടുക്കുകയും ചെയ്യാൻ പറ്റും, ഇല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റീല് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പഴയകാലത്ത് നമ്മൾ ഇംഗ്ലീഷുകാർ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മെയിൻ പാലങ്ങളായാലും ശരി, ഇപ്പോൾ വേണ്ട വയനാട്ടിലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ബെയിലി പാലം. ഇതൊക്കെ വിത്തിൻ സെക്കൻഡില് അസംബിൾ ചെയ്യാനും ഏറ്റവും ഹെവി ആയിട്ടും എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം, എത്ര ടണ്ണേജ് ഭാരം കയറ്റാവുന്ന പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പണ്ട് കാലത്ത് എല്ലാം അങ്ങനെയാണ്. പിന്നെ അത് കോസ്റ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് എന്നുള്ള ലെവലല്ല അതിനെ സമീപിക്കേണ്ടത്. അത് പുതിയ കാലഘട്ടത്തിലെ കൺവീനിയൻസ് ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ മോഡേൺ കൺസ്ട്രക്ഷനുള്ള ഇമ്പോർട്ടൻസ് വളരെ കൂടുന്നത്.